ഹലോ കിലോടല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹില്ലടി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മജീഷ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് 2K വേഴ്സസ് 90s ആണ്. 2000-ന്റെ താഴെ ജനിച്ച രണ്ടുപേര് അവിടെ ഉണ്ട്. ഞാനും ജെയും വന്നിട്ട് 90s ജനിച്ചവരാണ്. അപ്പോൾ നമ്മുടെ അതാണ് ടോപ്പിക് വന്നിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതാ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? എങ്ങനെ പോയാലും വെട്ട്, കൊല, കഞ്ചാവ്, മരുന്ന് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്? നിങ്ങൾ 2K കാരണം. അത് ചെയ്യാത്തവരും ഉണ്ട്. 2000 to 2005 ഇതിൽ പെടുന്ന ആൾക്കാർ കൂടുതലും ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. താങ്കൾ എല്ലാവരും അധിക്ഷേപിക്കരുത്. അങ്ങനെ എല്ലാവരും അതിശയിക്കലല്ലേ സംഭവം. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഘടന തന്നെ, ഇപ്പോൾ ഒരു സംഘടന, ഒരു പാർട്ടിയിലുള്ള ഒരാളെ കുറ്റം പറഞ്ഞാൽ പാർട്ടി മൊത്തം അതിനെ ഏറ്റെടുക്കേണ്ടി വരും. മനസ്സിലായില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ 2K അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഒരാൾ നിങ്ങളുടെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ബാധിക്കും. പിന്നെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ കൊല കാര്യങ്ങളെല്ലാം വരും 2K ആണ്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മരുന്നും കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ സംഭവം ഇല്ല. മനസ്സിലായില്ലേ. ഇപ്പോൾ മരുന്നില്ല, മൊബൈലിൻ്റെ ഉപയോഗമാണ് മെയിനായിട്ട് വന്നതുകൊണ്ട് പ്രശ്നമായത്. സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന അതാണ്. മനസ്സിലായില്ല. അല്ല നിങ്ങൾ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് 2Kകളാണ്. ഇപ്പോൾ 90s ഒന്നും ആ ലിസ്റ്റിൽ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ അതിനൊരു ഉത്തരം പറഞ്ഞതിനെ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു 2K എല്ലാവരും മദ്യപാനം കഞ്ചാവൊക്കെ ഇതാണ് പറഞ്ഞത്. പക്ഷേ ഈ 100-90 പേരാണ് മദ്യപാനം വയ്ക്കുന്നത്. ബാക്കി 10% ഇതൊന്നും ചെയ്യാത്തവരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാത്തിനും പെടുന്നത് നിങ്ങൾ പറയണേ. അടാ അത് ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ. 90% ചില കുടിക്കെടുക്കുന്നവരായിരിക്കും, ചില 10% കുടിക്കാത്തവരായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ 90s ആരും കുടിച്ചാൽ തന്തമാനെ തല്ലുന്ന സ്വഭാവവും അതേപോലെ അമ്മമാരും വെട്ടിക്കൊല്ലുന്ന സ്വഭാവം ഞങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ കാണുന്ന ഈ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിലാണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എത്ര പേരാ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്രോമൻ്റെ സ്റ്റോറി നോക്ക്, അപ്പോൾ ഡെയിലി നോക്കിയാലും കാണാൻ പറ്റും. അത് ശരിയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യം വെച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവർ തല്ലിന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് മറ്റുള്ളവർ തല്ലിന്നൊന്നും ഇല്ല. ഇപ്പോഴത്തെ പറഞ്ഞാൽ സ്വന്തം അമ്മമാരല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വാർത്തകൾ കൂടുതൽ കാണും. മനസ്സിലായി. പീഡനം അല്ലെങ്കിൽ സ്വന്തം അമ്മയത് പെങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ പീഡനം. എന്താ സംഭവിച്ചത്? ഈ മയക്കുമരുന്നിൻ്റെയും ഈ ലഹരിയുടെയും കൂടുതൽ ഉപയോഗം കൊണ്ടാണ്. നമ്മുടെ കാലത്ത് ഉണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ ഇതുപോലെ ന്യൂസുകൾ കാര്യങ്ങളൊന്നും ഇല്ല. മനസ്സിലായില്ല. എന്താ സംഭവിച്ചത്? അന്ന് അത് ചെയ്യാനുള്ള എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പോൾ ഈ സംഭവം അടിച്ചു കഴിഞ്ഞപ്പോൾ ലഹരി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മയക്കുമരുന്ന് മറ്റേ കഞ്ചാവ് മറ്റേ കുറേ സാധനങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നൊരു ബോധമില്ല. മനസ്സിലായില്ല. ഇപ്പോൾ അത് സ്വന്തം ഇനിയിപ്പോൾ കൂടെ പറപ്പാനും ശരി, ഇനിയിപ്പോൾ മറ്റുള്ളവരാനും ശരി, സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരെ അവരെ വെട്ടിക്കൊല്ലുക, അങ്ങനത്തെ പരിപാടികളാണ്. അത് കൂടുതലും ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നിങ്ങൾക്കും അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റും. അത്യാവശ്യം ന്യൂസ് വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ലഹരിക്കെതിരെ തന്നെ നമ്മളിതാവണം. പക്ഷേ കൂടുതൽ 2Kകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ശ്രദ്ധിക്കണം. എടാ പിന്നൊരു കാര്യം, ഞങ്ങളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഉടനെ പറയും തന്ത വൈബാണ്, അതാണ് ഇതാണ്. പക്ഷേ ശരിക്കും തന്ത വൈബില്ല. നമ്മൾ നല്ല ചെയ്ത് മാത്രമേ പറയാറുള്ളൂ. നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും തന്ത വൈബാണ്. അങ്ങനെയൊന്നല്ല. പക്ഷേ ജോസഫ് അന്നമ്മക്കുട്ടി പറഞ്ഞ പോലെ തന്ത വൈബ് എന്നല്ല അതിൻ്റെ കറക്റ്റ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് മെച്യൂരിറ്റി എന്നാണ്. അല്ലേ? കറക്റ്റാണ്. ഞങ്ങളുമായി അച്ഛന്മാരെ തല്ലാറ്. ഞങ്ങളുടെ കീഴിലുള്ള ജനറേഷനാണ് ഇങ്ങനെ കഞ്ചാവുമായി അടിച്ച് അച്ഛന്മാരെ തല്ലാറ്. അതിൻ്റെ പേര് ദോഷം ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെ ഞങ്ങളെ 2Kകൾ മൊത്തം പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവരാണ് ഇതിന് മൊത്തം അടിമ. ഈ 90s കാലഘട്ടത്തിന് അച്ഛനും അമ്മനെ തല്ലിയിട്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര വളർന്നിട്ടില്ല. ഇപ്പോൾ പിന്നെ 2K 90s കണ്ടാൽ പഠിക്കുന്നത്. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. 2K 90s കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2K 90s കണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ കാരണങ്ങൾ ഇപ്പോൾ ഈ സംഭവം നീ ഇപ്പോൾ ലഹരിൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്നും പഠിക്കേണ്ട ആവശ്യം, ബാക്കിയുള്ള നല്ല കാര്യങ്ങളുണ്ടല്ലോ അത് പഠിച്ചുകൂടെ നിങ്ങൾക്ക്. ഇല്ലാണ്ട് ഇപ്പോൾ ലഹരി മാത്രം നിങ്ങൾ എടുത്തിട്ട് 90s പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിച്ചത് ശരിയായില്ല. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നില്ല. എന്താ സംഭവിച്ചത്? 2K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലഹരിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മെയിനായിട്ട് കഞ്ചാവിന് നമുക്ക് എടുക്കുക. കഞ്ചാവ് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. മനസ്സിലായി. ഇപ്പോൾ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ കാലഘട്ടത്തിൽ എത്തിയിട്ടേ ഇല്ല. നമ്മുടെ കാലത്ത് അന്ന് കള്ളു ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അടിച്ചിട്ടും ആൾക്കാർക്ക് ഒരു സംഭവം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അതിൽ അത്ര കിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ വരുന്ന സാധനം മൊത്തം നിങ്ങൾ അതാണ് യൂസ് ചെയ്യണത്. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഈ കിക്ക് പോലെ പറഞ്ഞാൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സ്വയം ബോധം മറന്നിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നോക്കി പഠിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ നോക്കി പഠിക്കാൻ നിങ്ങൾ കുറേ കാര്യങ്ങൾ നല്ലതുണ്ട്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ കാര്യങ്ങളൊരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലഘട്ടത്തോട് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്തു. മനസ്സിലായി. നമുക്കത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുന്നുള്ള നമുക്കൊരു അറിവുണ്ട്. നമ്മളെന്താ വെച്ചാൽ അത് സോഷ്യലി നമ്മൾ മനസ്സിലാക്കിയ സംഭവമാണ്. അപ്പോൾ നിങ്ങളും അതാണ് ഫോളോ ചെയ്യേണ്ടിരുന്നത്. ഇല്ലാതെ നമ്മളെ നോക്കി പഠിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ 2Kയിൽ 2000 to 2005 വരെ ഈ താങ്കൾ പറഞ്ഞ ഒരു ഇതിലും കേസുണ്ടാവില്ല. അതിന് ശേഷമുള്ളവരാണ് ഇത് ഉപയോഗിക്കുക. ഇതിനുശേഷം 90s ഞങ്ങൾ കുറ്റം പറയുന്നില്ല. 90s ചിലത് നല്ല പറയുന്നുണ്ട്, ചില ആൾക്കാരും മോശം പറയുന്നുണ്ട്. അവരിന്ന് ഉൾക്കൊള്ളുന്നത് ചിലവരിങ്ങനെ മാറാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഈ റീസെൻ്റായിട്ടും നടന്നത്? ഇപ്പോൾ ഇന്നലെ ഒരു പെൻസിൽ വെച്ചിട്ട് കൊടുക്കാത്തതിന് അതുകൊണ്ട് കുത്തിയിട്ട് കൈ കൊന്നിരിക്കുക. അത് ചോദിക്കാൻ പോയി അധ്യാപനം കൊണ്ടുപോയിട്ട് പിടിച്ച് തരാൻ നോക്കുക. പിന്നെ ക്ലാസ്സിൽ മധുരാണ് പിള്ളേർക്ക് ഇരിക്കാൻ പറ്റില്ല അതിന്. എന്താണിത്? ജെ പറഞ്ഞ ശരിയാണ്ട. സംഭവം എന്താ വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ടീച്ചർമാരും സാറുമാരും പേടിച്ച് കുറച്ച് മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ട് എൻ്റെ കാലഘട്ടത്തിൽ. മനസ്സിലായില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാറുമാരെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുരു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കതൊരു പേടി അല്ലെങ്കിൽ നമ്മളൊരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ അതൊരു സംഭവമില്ല.
എന്നുവെച്ചാൽ സാർമാരെ തല്ലാൻ പോവുക, ടീച്ചർമാരെ എന്തെങ്കിലും ചെയ്യുക, പിള്ളേരെ എന്തെങ്കിലും ചെയ്യുക. അന്ന് എവിടെ തോക്ക് കൊണ്ടുവന്നിട്ട് തൃശ്ശൂർ എവിടെ സംഭവം തോന്നുന്നു, തോക്ക് കൊണ്ടുവന്നിട്ട് അധ്യാപകനെ പ്രിൻസിപ്പാളിനെ നോക്കി നേരെ കഴിച്ചുകൊണ്ടി. പിന്നെ എന്നാൽ കൂടിയിട്ട് അത് ചെക്കനെ പുറത്താക്കിയ സമയത്ത് അവൻ പ്രിൻസിപ്പാളിൻ്റെ കസേരയിൽ കയറി നിന്ന് പ്രിൻസിപ്പാളിനെ തെറി പറയുക. ഇതൊക്കെ നടക്കുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടീച്ചർമാരൊന്ന് സാറുമാരുടെ അടുത്ത് പോകുന്നതിനെ പേടിക്കും, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് നമ്മളൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ സംഭവം വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ ആ ഒരു സംഭവമില്ല. നിങ്ങൾ 2K മെയിനായിട്ട് അത് ഇല്ല പറഞ്ഞാൽ ഉറപ്പായിട്ടില്ല. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ നടക്കുന്നത് മൊത്തം ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ. ഇവൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കാണില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല എന്നല്ല, അന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ കൂടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസിലൊക്കെ വരാമല്ലോ നമുക്ക്. ഇപ്പോൾ ഈ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് അങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ 90s നമ്മൾ ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് പഠിച്ചിറങ്ങിയ 90s പറഞ്ഞാൽ ഞങ്ങൾ ഏതോ കാലഘട്ടത്തിലല്ല. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് പഠിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂടി നമുക്ക് അവർ പേടിയുണ്ടാകും ടീച്ചർമാർ, മനസ്സിലായില്ലേ. നമ്മളെ പേടിച്ചിട്ടേക്ക് അവൻ്റെ അടുത്തേക്ക് പോകുക. ഇപ്പോൾ പറഞ്ഞാൽ പിള്ളേർ 10 ഇല്ലെങ്കിൽ 9 താഴെയുള്ള, ഇപ്പോൾ 9 അങ്ങനത്തെ 10 താഴെയുള്ള പിള്ളേരാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ +2 ഒക്കെ ആയിരിക്കും, നമുക്കറിയില്ല. എന്നാലും നിങ്ങളുടെ ആ താഴെയുള്ള പിള്ളേരും +2 പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കണം. ഞങ്ങൾ പേടിക്കാറൊക്കെ ഉണ്ട്. എന്നിരുന്നാ ഷേക്ക് വരെ പേടിച്ച് മുദ്രവെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ 2005 മുകളിലാണ് ഇതിനെ അപകടകാരികൾ. ഞങ്ങൾ 2K വിഭവത്തിൽ പഠിക്കുന്നവരല്ല, അല്ല ആണ്. പക്ഷെ അങ്ങനല്ലേ, ലഹരിക്ക് അടിമകളല്ല. മനസ്സിലായില്ലേ. ഞങ്ങൾക്ക് 90s കുറച്ച് ഗുണങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഷേക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറ. അവരിങ്ങനെ പറയുന്നുണ്ടല്ലേ 2K ഉണ്ട്. നമ്മൾ 90s കണ്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം 90s ചെയ്യുന്ന അതിൽ ഞാനും പറഞ്ഞു അഭിപ്രായം പറ. ശരി, ഈ 90s പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ഓർമ്മകൾ വരുത്തിയിട്ടുണ്ട്. കാരണം 90s പണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റീസെൻ്റ്ലി 2K നമ്മൾ അധിക്ഷേപിക്കുകയാണ്. നമ്മൾ അതിൽ പെടുന്നില്ല. നമ്മൾ തീർച്ചയായും ഞങ്ങൾ അതിൽ പെടുന്ന പോലുമില്ല. കാരണം 2000 to 2005 ഇതിൽ ആരും പെട്ടില്ല. ഈ അതിൻ്റെ ശേഷമുള്ള പിള്ളേരാണ് ഇതിൽ കഞ്ചാവ് വലി, കുടി, എല്ലാ കാര്യവും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് പോലുമില്ല. ഞങ്ങൾക്ക് ആ ന്യൂസ് ഞങ്ങൾക്കും എന്താ പറയുക, ഒരു ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, 2K ഞങ്ങളെ ഇതാക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ട്. നിങ്ങൾ 2K ആണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളില്ലേ 2K പറഞ്ഞാൽ എന്താ അർത്ഥം അറിയും. ആദ്യം നിങ്ങൾ അവിടെ സീറ്റിൽ കയറി ഇരിക്കുന്നില്ല, ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി സീറ്റിൽ കയറി ഇരിക്കുന്നില്ലല്ലോ. നിങ്ങൾ 2K പറഞ്ഞാൽ എന്താ അർത്ഥം അറിയും. 2K പറഞ്ഞാൽ 2000 ആണ്, മനസ്സിലായില്ലേ. 2K പറഞ്ഞാൽ ഇല്ലാണ്ട് 2000 2005 വരെയുള്ളവരും മറ്റേ 2K വേറെ 2K ഇല്ല, ഒരേ 2K ആണ്, മനസ്സിലായില്ലേ. ഇപ്പോൾ നിങ്ങൾ കുറ്റം പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയണം. ഇപ്പോൾ 2K പ്രതിനിധിയായി കരിച്ച് നിങ്ങളാണ് വന്നിരിക്കുന്നത് ഇവിടെ, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളതിന് ഉത്തരം തന്നേ പറ്റൂ. ഇപ്പോൾ 2000 to 2005 വരെയുള്ളവർ നല്ലവരും അതിന് ശേഷമുള്ളവർ മോശമൊന്നുമല്ല പറയണത്. 2000 to 2005 വരെയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പോൾ 90 കാലഘട്ടങ്ങളിലൊന്നും അങ്ങനത്തെ ആൾക്കാരില്ല, ഞങ്ങളൊക്കെ ഉറപ്പിച്ച് പറയും, ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ 2K പറഞ്ഞാൽ 2000 അത് മനസ്സിലാക്കുക അപ്പോഴേ. ഓക്കെ, അതെ, 2K മാത്രം എന്ത് കുറ്റം പറഞ്ഞു. 90s എന്താ ചില്ലറക്കാരാണോ? ബസ്സുകൾ എന്തൊക്കെ, ബസ്സിൽ എന്താ കാട്ടുന്നവര്? വീട്ടിൽ ചേട്ടൻ പണിയൊക്കെ ഒരു ബസ്സിലാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല അവർക്ക്. കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ബസ്, ട്രെയിനിൽ ഇതൊക്കെ എന്താ ചെയ്യണേ. പെണ്ണിനെ പിടിക്കുക, ബസ്സിൽ കയറി ചെറിയ കുട്ടികളല്ലേ, അതും പ്രായം പോലും നോക്കില്ല അവര്. താങ്കൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഷെയ്ഖ് ജാക്കി? എനിക്ക് തന്നെ അനുഭവം ഉണ്ടായില്ല, പക്ഷെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അനുഭവം ഞങ്ങളുടെ കൂടെ തന്നെ കുറെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ. അതും കൂടുതൽ 90s ആണ്. ഇപ്പൊ ഗേൾസിനാണ് എന്താ, ആണുങ്ങൾ പോലും നടക്കുമ്പോൾ സൂക്ഷിക്കണം. പറയൂ, താങ്കൾ പറയൂ, താങ്കൾ പറയാൻ വന്ന് പറയൂ. അതെ, ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രം മാനം, ആണുങ്ങളുടെ മാനം പോകും. എനിക്കത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പേടിച്ച് പഠിച്ചപ്പോ നടക്കണ കൂടുതലും. നിങ്ങളുടെ കാലഘട്ടം ഞങ്ങളെ വളരെയധികം ടോർച്ചർ ചെയ്യുന്നു. നിങ്ങൾ ഈ മാനം എന്ന് ഉദ്ദേശിച്ച് ഏതാണ് സംഭവം? ആകാശത്തിനാണ് ഉദ്ദേശം എനിക്ക് തോന്നുന്നു. പക്ഷെ മാനം എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ മറ്റേ ഈ എന്താ ഈ പറയാ, നമ്മുടെ മാനത്തിന് എന്താ പറയുന്നത് നമ്മൾ? എന്താണ് നമ്മുടെ ഒരു മാനം പോയി എന്നൊക്കെ പറയില്ല നമ്മൾ പാലക്കാട്, അതിനെ എന്താ പറയാ? സംഭവം മനസ്സിലായി. നിങ്ങൾ പോയത് മറ്റേ നിങ്ങളുടെ ഒരു ചരിത്രം എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. ആ സംഭവം ഞങ്ങൾ 90s അല്ല, അതൊക്കെ 80s ആണ്. കളവന്മാരാണ്, മനസ്സിലായി. ആ കളവന്മാരാണ് ഇപ്പോൾ ബസ്സിൽ പോയിട്ടുള്ള മറ്റേ ജാക്കി വയ്ക്കൽ പരിപാടി, ഇല്ലെങ്കിൽ ആമ്പിളരെ ഇപ്പോൾ കുണ്ടന്മാരെ പോലെ നോക്കണം. അതൊക്കെ 80s ഉള്ള പരിപാടിയാണ്. 90s ഒരിക്കലും അത് പടില്ല. നിങ്ങളത് ഞങ്ങൾ ഉറപ്പിക്കുക. പക്ഷേ ഞങ്ങളാണ് 90s. 80s എന്ന് പറഞ്ഞാൽ കളവന്മാർ എത്തി, മനസ്സിലായി. 90s എന്ന് പറഞ്ഞാൽ ഈ ഒരു 30 വയസ്സ് അല്ലേ, അങ്ങനെയല്ലേ? അതെ, ബാക്കി നീ പറയും. അതെ, പിന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല. 2K വഴങ്ങി കൊടുക്കൊണ്ട് എല്ലാവരും പിടിക്കണ്, അല്ലാതെ പിടിക്കില്ലല്ലോ. അത് ശരിയാണ് അല്ലേ. 2K പിള്ളേർ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ പെമ്പിള്ളേർ അധികം കിട്ടാത്തതുകൊണ്ടാണ് വഴങ്ങി കൊടുക്കണം അവർ, മനസ്സിലായില്ലേ. അതാണ് മെയിനായിട്ട് നടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 2K ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ലഹരിക്ക് അടിമാലി ഇങ്ങനത്തെ കുറെ കേസുകൾ ഇതൊക്കെ കേൾക്കുന്ന 2K വഴിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ കേട്ടില്ല. കള്ളും കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മൈൻഡ് മൊത്തം അതല്ലേ, മൊത്തം അതാണ്. എന്തെങ്കിലും ചെയ്യണം, അതാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ വീട്ടുകാരെ പോലും നോക്കാതുള്ള പെരുമാറ്റം അതൊക്കെ 2Kകളാണ്. ഈ പ്രശ്നം ഇല്ലാണ്ടിരിക്കും. അതെ അതെ, സത്യം. അത് പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റേ 90s അത് പറഞ്ഞ കേട്ടോ, അത് 80s ആണ്. അത് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ. അതെ അതെ അതെ.
ഏതിലും നമ്മളുണ്ടാവും. ഏത് നമ്മളുണ്ടല്ലോ അതൊക്കെ ഒരു 80 കാലഘട്ടത്തിൽ കിളവുമാരാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം 90s ഞങ്ങൾക്ക് പെണ്ണ് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആയില്ല കേട്ടോ. നമ്മൾ പെണ്ണ് വീട്ടിൽ നമ്മൾ അങ്ങനെ നമുക്ക് വില അറിയാം, സത്യമായിട്ടും മനസ്സിലായില്ലേ? നമ്മൾ പെണ്ണ് വേണ്ടി ഇപ്പം നമ്മൾ എത്ര പെണ്ണുണ്ടെന്ന് പറയും ഇപ്പോൾ പിള്ളേരെ. പിന്നെ 2Kകൾക്ക് പറഞ്ഞിട്ട് കാലം ഒരു സൈഡ് ബെസ്റ്റ് ഒരു സൈഡ് കാമി അതൊക്കെ വെച്ച് നടക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കൈവച്ച് അതെ നമുക്ക് കിട്ടില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പ്രേമിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കണവരാണ്. നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഫുൾ ഫേക്കാണ്. നിങ്ങൾ പറഞ്ഞില്ലേ 90s മറ്റേ 80s ചെയ്യുന്നത്, അതുപോലെ ഞങ്ങൾ 2Kയിൽ വേറൊരു വിഭാഗമുണ്ട്. ആ കാര്യം അതിൽ ഞങ്ങൾ പെടും. അതിൽ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ ശേഷമുള്ളവരാണ് എല്ലാം ചെയ്യാറ്. എന്തിന് ഞങ്ങൾക്ക് പെണ്ണില്ല ഇല്ല ശേഖേ? ഞങ്ങൾക്ക് പെണ്ണില്ല. പിന്നെ നിങ്ങൾ വഴങ്ങി കൊടുക്കണം. ഞങ്ങൾ ആർക്കും വഴങ്ങി കൊടുത്തില്ല. ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങളുടെ അഭിമാനം തങ്ങൾ കാക്കാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ശരിക്കും നിങ്ങൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നില്ല, നിങ്ങൾ അത്ര പോകാൻ സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 80s പറഞ്ഞാൽ ഞങ്ങൾ 80s പറഞ്ഞാൽ ഇവിടെ മണ്ടന്മാർ 80s പറഞ്ഞാൽ 80 കാലഘട്ടം, 90s പറഞ്ഞാൽ 90 കാലഘട്ടം, 2K പറഞ്ഞാൽ 2000 കാലഘട്ടം. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ലാണ്ട് 80s ഞങ്ങളായിട്ട് കമ്പയർ ചെയ്യണ്ട. തിരിച്ചറിയാൻ ബോധമില്ല. ഇത് നിങ്ങൾ എന്തിനു ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്? ഇത് ചോദിക്കട്ടെ. 2K പറഞ്ഞാൽ ഞങ്ങൾ 2005 വരെ. 2005 വരെ ഏതാ കാലണ്ടർ? നിങ്ങൾ ഏത് സ്കൂളിൽ പഠിപ്പിച്ചു? പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കാൻ പോയാലേ പഠിക്കണുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ പെണ്ണില്ല പറഞ്ഞില്ല, അത് നിങ്ങൾ കഴിവുകേടെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ ഈ സമയത്താണ് പെമ്പിളെ വെച്ച് ഞങ്ങൾ കയ്യിലെടുത്ത് അമ്മാനവാടി ഉണ്ടാവും. ഞങ്ങൾ അന്ന് പറഞ്ഞ പഠിത്തം മാത്രം ഞങ്ങളുടെ മെയിൻ ഫോക്കസ്, മനസ്സിലായില്ലേ? അന്ന് പെണ്ണ് നമ്മുടെ അതൊന്നും ഇല്ല. വീട്ടിലറിഞ്ഞാണ്ടല്ലോ എൻ്റെ അമ്മ ഒന്നും പറയണ്ട. 2 ദിവസം ചോറ് തരില്ല. ഞങ്ങൾ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളർത്തിയത് നിങ്ങളെ പോലെ നിങ്ങൾ പറഞ്ഞാൽ അഴിച്ചു വിട്ടിരിക്കുകയാണ്. റേഷൻ കാർഡ് നിങ്ങൾക്ക് പേര് വെട്ടിയിരുന്നു. അതിന്റെ പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പെണ്ണില്ല എന്നുള്ള കഴിവുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ വഴങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള പിള്ളേരാണ്. എന്താ വെച്ചാൽ ചുവന്ന ചുണ്ടും നല്ല ഇതൊക്കെ ഉള്ള പിള്ളേർ, അങ്ങനത്തെ ഉള്ള പിള്ളേർ ചെയ്തിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത് 2Kകൾ ഉറപ്പായിട്ട് അത് സംഭവമുള്ളതാണ്. നമ്മൾ 90s ഒരിക്കലും അതിൽ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കഴിവുകൾ പറഞ്ഞല്ലോ. അതുപോലെ എനിക്കും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് 90s പെണ്ണ് കിട്ടില്ലല്ലോ. പിന്നെ കാരണം 90s കൂടുതലും കെട്ടുന്നത് ഇപ്പോൾ 2K പിള്ളേർ തന്നെയാണ് കൂടുതലും കെട്ടുന്നത്. അതുപോലെ ന്യൂസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അവർ 18 വയസ്സിന് താഴെയുള്ള പെൺപിള്ളേരെ അവർ പീഡിപ്പിക്കുക. അതൊക്കെ 90s ചെയ്യാറുണ്ട് കേട്ടാ. അതൊക്കെ 90s പെമ്പിളേരല്ലേ? 2K പെമ്പിളേരാണോ? എവിടെമാരായിട്ട് പെണ്ണിലാണ് നടക്കുകയാണ്. നല്ല മൂത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയില്ലല്ലോ. പിന്നെ ഞങ്ങളെ മാത്രം എടുത്തു പറയണേ. ഞങ്ങൾ എത്ര മുമ്പേ വേഗം നടന്നു. അവർക്ക് ഞങ്ങളുടെ സ്നേഹം വേണ്ട. ഞങ്ങളൊന്നും ചെയ്യുക. അവർക്ക് കഞ്ചാവ് വലിയ കൂടി അത് 90s പിള്ളേരിന് അത് തലമൂത്ത ആൾക്കാരിനെ മാത്രമേ വേണ്ടത്. ഞങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പൊ ബെസ്റ്റ് ആരാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു ബെസ്റ്റും ഇല്ല, പെണ്ണും ഇല്ല. ഞങ്ങൾ ഇവിടെ ഒറ്റ സിംഗിളായിട്ട് നടക്കണേ. ഇതിനുള്ള ഉത്തരം താങ്കൾ പറയുന്നത് ഞാൻ പറയണോ? താങ്കൾ പറയൂ. ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ 90s പിള്ളേരൊക്കെ ഇപ്പോൾ 90s ഇല്ലെങ്കിൽ ഏട്ടന്മാരൊക്കെ 2K പിള്ളേർ ബാക്കിലാണെന്ന്. എന്താ സംഭവിച്ചു? ഞങ്ങൾ 90s ആൾക്കാരെ കെട്ടാൻ പറ്റാതല്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2K പിള്ളേരെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ ഇത്രയും പെമ്പിളായിട്ട് നിങ്ങൾ വളയ്ക്കാത്ത നിങ്ങളുടെ കഴിവുകേടാണ് സത്യം പറയല്ലോ. അത് നമ്മൾ ടോപ്പിക്കിന് മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ലഹരി എത്തി, ഇപ്പോൾ 100 പെണ്ണ് നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ചർച്ച വിഷയമല്ല. ആൻസർ വേണം. എന്തുകൊണ്ട് നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി? അതാണ് നമുക്ക് വേണ്ട ആൻസർ. അതാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കള്ള് കുടിക്കും, ചിലപ്പോൾ കുറച്ച് 2 പെഗ് അടിക്കും. പക്ഷെ നമ്മൾ അത്രേ ഉള്ളൂ, ലിമിറ്റാണ്. പരിധി വിട്ട് പോവില്ല. നിങ്ങൾ അങ്ങനെയില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ കള്ളടിച്ചു, ഇല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട, ഇപ്പോൾ 2 പെഗ് അടിച്ചു. 2 പെഗ് അടിച്ച് നിങ്ങൾക്ക് അത് അടുത്ത് എന്താണ് മറ്റു സാധനം വലിക്കാൻ നീ മണമെന്നായിരിക്കും. വലിച്ചു എന്താണ് മണക്കാൻ നീ മണമെന്നായിരിക്കും. മനസ്സിലായി? മണത്ത് കഴിഞ്ഞാൽ എന്താണ് കുത്താൻ നീ മണം. അങ്ങനത്തെ സംഭവമാണ് നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളത് മെയിനായിട്ട് നോക്കാനുമാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 2Kകൾ മനസ്സിലായി. ഇനിയും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 3K വരാൻ ഇനി കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ 2Kകൾ പറഞ്ഞാൽ ഇനി നിൽക്കില്ല. എനിക്ക് ഈ പിടിച്ചാൽ കിട്ടില്ല. അപ്പോഴേക്കൊക്കെ ആൾക്കാർ നശിച്ചിട്ട് നാറാണക്കല്ലാന്ന് തോന്നണം എനിക്ക്. എല്ലാം ഇനിയിപ്പോൾ നോക്കി അടുത്ത ഹോട്ടലുകളിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ഡ്രഗ്സിന് ഒരു കൗണ്ടർ തുടങ്ങും. ഇപ്പോൾ സർക്കാർ മദ്യശാപ്പ് തുടങ്ങിയ പോലെ ഡ്രഗ്സിന് വേണ്ടി ചിലപ്പോൾ കൗണ്ടർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ, മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർ കൂടുതൽ അതാ വേണ്ടത്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ തരണം. നിങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങൾ കഞ്ചാവ് വലിക്കുന്നത്? ഞങ്ങൾക്ക് കഞ്ചാവെന്ന് എഴുതാൻ പോലും അറിയില്ല. അതായത് നിങ്ങൾക്ക് 90s പെണ്ണ് കിട്ടാൻ നിങ്ങളുടെ കഴിവ് കേട്. നിങ്ങൾ ഉള്ളപ്പോൾ വളക്കണമായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2K അവർ പെണ്ണ് വിഷം വിട്ടു. ഇപ്പോൾ നമ്മൾ 2K കിട്ടിയിരിക്കണം. പെണ്ണ് പറയുന്നത് 90s ഓടി അവര് കണ്ട അത് 90s ഓടി. ഇതൊക്കെ എന്താ അത്? പിന്നെ ഞങ്ങളൊന്നും ഇതിൽ പെട്ടില്ല. കഞ്ചാവും കാര്യവും ഞങ്ങൾക്ക് വലിക്കാനോ എഴുതാനോ പോലെ അറിയാൻ പറഞ്ഞാലോ ഇതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയും പോലും ഇല്ല. പിന്നെ പൊടി പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂക്ക് പൊടി അറിയത്, കല്ല് പറഞ്ഞാൽ മറ്റേ ഈ കരിങ്കല്ലും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുള്ളൂ. എല്ലാവരും കഞ്ചാവ് വലിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് കുട്ടികളാണ് തലക്ക് എടുത്തിരുന്നത് മെയിനായിട്ട്. MD എന്താ അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. MD എന്താണ് MD പറഞ്ഞത്? നമുക്കറിയില്ല. MD നമുക്കത് എന്താ സ്പെല്ലിംഗ് പോലും അറിയില്ല. MD എന്ത് സംഭവം? നിങ്ങൾ വെറുതെ 2K ഞങ്ങൾ അതിശയിക്കുന്നത്. ഞങ്ങൾ ആണ് സമ്മതിച്ചു. പക്ഷേ അത് വലിക്കുന്ന വേറെ ടീംസാണ്. ഞങ്ങൾ അതിൽ പറയും ഞങ്ങൾ ഡീസന്റ് പ്ലെയറാണ്. പിന്നെ പൗഡർ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടിക്കൂട്ടായിരുള്ളൂ. എല്ലാം വേറെ ഏത് പൗഡർ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ കഞ്ചാവ് അത് ഞങ്ങൾ റീസെന്റ് നിങ്ങളൊക്കെ പറയുമ്പോൾ അറിയാം. നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ന്യൂസ് ഇങ്ങനെ കാണും. അല്ലാണ്ട് ഞങ്ങൾക്കത് എന്താ യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. അറിയില്ല. വിട്ടാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അറിയില്ല.
അതിൻ്റെ റിസൾട്ട് എന്താണ്, പവർ എന്താണ് നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ലേ. പക്ഷെ നിങ്ങളാണ് ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ഞങ്ങളുടെ തലക്കെടുത്തുന്നത്. മജീഷേ നീ പറഞ്ഞു കിട്ടിക്കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാന്നുള്ള മൈൻഡ് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ അറിയാം നിങ്ങളുടെ ചിന്താഗതി ഞങ്ങൾ ഇവിടെ പോണത്. ഞങ്ങൾക്ക് ആ ഒരു ചിന്ത നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തെറിയാന്നുള്ള മൈൻഡാണ്. നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതെന്താ അതിന്റെ ഫീൽ എന്താണെന്ന് അറിയണം, നമുക്ക് ആ ഒരു ചിന്താഗതിയേ ഇല്ല. പിന്നെ ഞാൻ കഞ്ചാവ് എഴുതാൻ കൂടി അറിയില്ല പറഞ്ഞു. അത് നിങ്ങൾ ആദ്യം വിദ്യാഭ്യാസം പോകണം, മര്യാദയ്ക്ക് പഠിക്കണം ക്ലാസ്സിൽ പോയിട്ട്. അല്ലാണ്ട് ടീച്ചർ തരാനും അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാക്കാനും അതിനൊന്നും നിൽക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് പോവുക, ക്ലാസ്സിൽ പോവുക, പഠിക്കുക. അതെ ഇവര് അതിന് എഴുതാൻ അറിയില്ല എന്ന് ഇവർ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ എഴുതാറില്ലാന്ന് വെച്ചാൽ പഠിക്കണം, അവിടെ സ്കൂളിൽ പോയി പഠിക്കണം, എന്നാലും എഴുതാൻ അറിയുള്ളൂ. ഇപ്പോൾ കഞ്ചാവെന്നൊക്കെ ഏത് കുട്ടിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എഴുതാൻ അറിയാം. അതൊരു വാക്കാണ്, അല്ലാണ്ട് അതൊരു മോശപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ കഞ്ചാവ് പറഞ്ഞൊരു മോശപ്പെട്ട സംഭവമല്ല, മനസ്സിലായി? പണ്ടൊക്കെ ഒരു മരുന്നായിരുന്നു, ഇപ്പോഴാണ് അത് കൂടുതൽ ഉപയോഗിച്ച് ഡ്രഗ്സായി മാറിയത്, മനസ്സിലായില്ലേ? പണ്ട് പറഞ്ഞ പ്യൂർ സാധനമായിരുന്നു അല്ലേ? നമ്മൾ പണ്ട് അതിനൊക്കെ എന്താ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇനിയിപ്പോൾ അത് വലിച്ചിട്ടാണ് ക്യാൻസർ വന്നതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് പോകണം. ഇപ്പോൾ നമ്മൾ കഞ്ചാവ് എഴുതിയ ഏത് കുട്ടിക്കും വായിക്കാറില്ലെങ്കിൽ എഴുതാനൊക്കെ അറിയും, ഒന്നും പോരാ. പിന്നെ MDMA സ്പെല്ലിംഗ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ MDMA എന്നുള്ളത് അത് സ്പെല്ലിംഗ് തന്നെയല്ലേ? ഇതുപോലെ അറിയാതെ റോക്കറ്റുകൾ നമ്മളോട് വന്നിരിക്കുന്നു ചർച്ചയ്ക്ക്. എന്താ ഇവര് നമ്മൾ പറയാക്കിട്ടെ? പിന്നെ വെറുതെ നിങ്ങളെ മാത്രം പറയല്ല, ഞങ്ങൾ മൊത്തം 2K പ്രതികരിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ ഞങ്ങൾക്ക് തരേണ്ടത്, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ ഈ ഓരോ വാക്ക് നിങ്ങളോട് പറയണത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ വലിച്ചിട്ടാണെങ്കിൽ ലഹരിയാണ്, നിങ്ങൾ വലിക്കേണ്ടാവുന്നല്ലോ. എന്തിന് കുളിച്ചിന് കാണാൻ പോകണു, ചിലപ്പോൾ മുണ്ടും വയ്ക്കി ഓടുന്നു കാട്ടിക്കൂടെ. എന്താണ് 90s കാണിക്കുന്നത്? അവരെ കാട്ടിൽ ബാത്റൂമിൽ പോകണം, ഇതൊക്കെ എന്താണ്? ഇത് വീട്ടിൽ ബാത്റൂമില്ലേ? അപ്പൊ അതിവിടെ പോകാറില്ല, ഇത് കാട്ടിലാ പോകണം. ഇത് കാട്ടിൽ നിന്ന് നിങ്ങൾ നശിപ്പിക്കണേ. കൊച്ചു പെമ്പിളേന്റെ ബേക്കിൽ നിങ്ങളിങ്ങനെ അതൊരു ഗ്രാമ വരികയോ 90s നിങ്ങൾക്ക്? അത് 15-16 വയസ്സുള്ള പെമ്പിള്ളായിട്ട് എന്താണ് നിങ്ങൾ നടന്നാൽ പോലും പ്രശ്നമില്ല. നിങ്ങളപ്പോ അങ്ങനെ കേട്ട് മോശം 90s ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല അതിനുള്ളൂ. ന്യൂസ് ലൈവ് നോക്കണം, അത് പുറത്ത് പോലും വരുന്നില്ല സാധനം മെയിനായിട്ട്. അതാണ് കൂടുതൽ 2K കാര്യത്തിൽ വരുന്നുള്ളൂ. സോഷ്യൽ മീഡിയ മൊത്തം 2K കൊണ്ട് അമ്മാനം ആടുന്നു. 90s എന്തോ ഈ ന്യൂസുകാരെന്തോ അതിന്റെ ക്യാഷ് വാങ്ങേണ്ടി തോന്നുന്നു. 90s ഒന്നും വെളിപ്പെടുത്തുന്നില്ല, ഫുൾ അങ്ങനെ 2K മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കുറ്റം കെട്ടിയിരിക്കുക. ഞങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല മെയിനായിട്ട്, കാരണം ഞങ്ങൾ ചെയ്യുന്നില്ല മെയിനായിട്ട്. നിങ്ങൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴും മനസ്സിലാക്കണം. ഞങ്ങൾ ആ 2K ആണ്, പക്ഷെ എന്നാൽ ഞങ്ങൾ ആ ഡ്രഗ്സ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ പഠിച്ചവർ തന്നെയാണ്. അതുകൊണ്ടാണ് പറയാം, ഞങ്ങൾക്ക് അതിന്റെ ദോഷവശങ്ങൾ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കാത്തതും അതിന് കൂടുതൽ ചെയ്യാത്തതും. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. ഷെയ്ഖ് പറഞ്ഞല്ലോ ഓപ്പൺ ബാത്റൂമിലും ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ ബാത്റൂമിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ സാഹചര്യം അന്ന് ഞങ്ങൾ അങ്ങനെ വളർന്നത്, ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു അന്നല്ല. ആ കാലത്ത് എന്നും എല്ലാ വീടുകളിലും ബാത്റൂമോ ആണെന്നൊന്നുമില്ല, മനസ്സിലായ? അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് വളർന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു കുളിസീന് കാണുക അങ്ങനെയുള്ള പരിപാടി, അത് ഞാൻ പറയാം കുഴപ്പമില്ല. സംഭവം നിങ്ങൾ ഓപ്പൺ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു, പക്ഷെ അതിൻ്റെ സുഖം നിങ്ങൾക്ക് അറിയില്ല. അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സുഖമുള്ളൂ. കാറ്റൊക്കെ തട്ടി നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ജാതി ഫീൽ. പിന്നെ കുളിസീനെന്ന് പറഞ്ഞു, അന്ന് ഞങ്ങൾ കുളിസീൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കുളിസീൻ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങളെപ്പോലെ ഇങ്ങനെ പകർത്തി ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചില്ല, മനസ്സിലായില്ലേ? നമ്മൾ കാണുമ്പോൾ നമ്മളോടുകൂടി ആ ഒരു ഇത് നശിച്ചു പോയി. നിങ്ങൾ പറഞ്ഞല്ല, അതൊരു തെളിവ് അങ്ങനെ എല്ലാവർക്കും പകർത്തി വിടുകയില്ലേ, മനസ്സിലായില്ലേ? എത്ര ജീവിതം അങ്ങനെ പോയിരിക്കുന്നത്. കയ്യെടുത്ത ക്യാമറ ആണ്, 2 ഫോണൊക്കെ വെച്ച് നടക്കും 2K. നമുക്കിവിടെ ഒരു ഫോൺ പോയില്ല, ടച്ച് ഫോൺ നേരെ, മനസ്സിലായാ? അന്ന് ഞങ്ങൾ അങ്ങനെയായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മെയിനായിട്ട് പറയണം. പിന്നെ നിങ്ങൾ അത് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കണേ കുഴപ്പമില്ല. അച്ഛനമ്മമാരെ കൂടെ പിടുങ്ങിയിട്ടും കഴുത്തി പിടിച്ചിട്ടൊക്കെ തേങ്ങ വെച്ച് കാശ് ഇവന്മാർക്ക് അധ്വാനിക്കാൻ തുടങ്ങട്ടെ. അപ്പോഴേ നിങ്ങൾ ജീവിതം തിരിച്ചറിയുള്ളൂ. നിങ്ങൾക്ക് അറിയില്ല, വില അറിഞ്ഞിട്ടില്ല. അപ്പൊ ജാള് ജീവിതമല്ലേ? അതെ, നിങ്ങളൊന്ന് പണിക്ക് പോകണം, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അറിയുള്ളൂ. നിങ്ങൾ അതിന് പണിക്ക് പോകണ്ട. ഇല്ലാടി താങ്കൾ പറഞ്ഞത് പണിക്ക് പോകണ കാര്യം എന്നെ ആക്കി നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ മുകളിലല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയാൻ പറഞ്ഞത്. സംഭവം പറഞ്ഞ ശരിയാണ്, അവനും മുകളിലാണ്. പക്ഷെ ഞാനും മുകളിലെ പണിക്ക്. പക്ഷെ ഞങ്ങൾ പണിക്ക് പോയാൽ ഞങ്ങൾക്ക് അതിന് വിഷമം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോയതാണ്. ഞങ്ങൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറില്ല. പിടിച്ചേക്ക് ഫോൺ വാങ്ങി തരണം. നമുക്ക് വീട്ടുകാരുടെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അറിയാം എന്താണ്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. 3 നേരം ചോറ് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും ഞങ്ങൾ 90s സ്വർഗ്ഗമാണ് സത്യം പറയല്ലോ. 3 നേരം ചോറ് ഒരു സൈഡ് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം കിട്ടിയല്ലേ ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളെപ്പോലെ ഫോൺ വേണം, ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പൈസ വേണം, മറ്റേ സാധനം അടിക്കാൻ അത് വേണം, മറ്റേ മരുന്ന് വാങ്ങാൻ വേണം, അല്ലെങ്കിൽ പെണ്ണിന് കാമുക്ക് കറങ്ങാൻ പോകും, പെട്രോൾ അടിക്കണം വണ്ടിയിൽ, അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സ് എടുക്കണം. ആ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ടെൻഷൻ ആവശ്യമില്ല, മനസ്സിലല്ലേ? അതാണ് 90s പിള്ളേർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോ പണിക്ക് പോകുന്നില്ല, ഞങ്ങളെ വെറുതെ കുറ്റം പറഞ്ഞു. ഞങ്ങൾ പണിക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ പണിക്ക് വേണ്ടി ഞങ്ങൾ സ്വന്തം റീചാർജ് ചെയ്യുന്നുണ്ട്. വീട്ടുകാർ ചോദിച്ചാൽ ഇതേടാ വീട്ടുകാരെ പൈസ വെച്ചപ്പോൾ അവരും ചെരവെടുത്ത് തല്ലിയതാണ്. ഞങ്ങൾ 90s കുറച്ച് ഭാഗം ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ ആദ്യം പണിക്ക് പോകാം, ഞങ്ങൾ പണിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ 2 പേരും പണിക്ക് പോകുന്നുണ്ട്. നിങ്ങളാണ് ഇവിടെ തൊഴിൽ കുത്തിയിരിക്കുന്നത്, അതും വീട്ടുകാരുടെ ചിലവ്. ഈ ചോറ് തന്നെ വെറുതെ കിട്ടുമല്ല, വീട്ടുകാർ പണിയെടുത്ത് ഉണ്ടാക്കണത്. അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ ആദ്യം പണിക്ക് പോസ്റ്റ് ഇത്ര വയസ്സായില്ലേ, മാട് പോലെ ആയില്ലേ, വീട്ടുകാരെ കഷ്ടപ്പെടുത്താണ്. കല്യാണ പ്രായമായില്ല, ഇനിയെങ്കിലും പണിക്ക് വെക്കും 2 പേരും.
ഞാൻ വേണം ആൾ വിളിക്കാം മേസ്ത്രി കൊണ്ട് പറയാം നിങ്ങൾ വേണം പണിക്കൊന്നു പണിയില്ലെങ്കിൽ പറ ഞങ്ങൾ പണി സെറ്റാക്കി തരാം. ഞങ്ങൾ ഈ പണിക്ക് പോയിട്ട് ഇത്രയും കാലം ചെയ്യണം, പെണ്ണിനെ നോക്കണം, റീസെൻ്റ് ഇങ്ങനെ ആരെങ്കിലും പണിക്ക് പോയിട്ട് ചെയ്യണം. എല്ലാവരും ഈ സാധനം വീട്ടുകാരുടെ കൂടെ ചോദിക്കാറില്ല. അതിന് വീട്ടിൽ ചോദിച്ചാൽ തല്ലു കിട്ടും. ഞങ്ങൾ പോലെ പഠിക്കുന്ന ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് 2K അവർ ഇതുപോലെ കുറ്റം പറഞ്ഞാൽ അതിശയിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങൾ ചില നിങ്ങളുടെ വീട്ടുകാർ ചില ജീവിക്കുന്നു, പക്ഷെ അതില്ല സത്യം. ഞങ്ങളുടെ പേര് റേഷൻ കാർഡിലുണ്ട്, അത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 5 കിലോ അരി കിട്ടുന്നുണ്ട്, ഞങ്ങൾക്കത് മതി, ഞങ്ങൾ അത് തന്നെ ജീവിക്കണം. നിങ്ങളുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാവില്ല, നിങ്ങൾ നോക്കണം. നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം തെറിച്ച് വിട്ടിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് ഞങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ സ്റ്റേബിൾ ആയിട്ടൊരു ജോബ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം എടുത്തുനിന്ന് വരും വീട്ടിൽ ഇരുന്നാണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. നിങ്ങൾ അതിന് വെറുതെ ഞങ്ങൾ കുറ്റം പറയേണ്ട. അപ്പോൾ നമ്മൾ ലിസ്റ്റ് തന്നെ ലാഗ് ആയിക്കൊണ്ട് ഞാനൊക്കെ ലിസ്റ്റിലുണ്ട്. ഏത് ലിസ്റ്റാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ലിസ്റ്റിലുണ്ട്, ഞങ്ങളുടെ സുഹൃത്തിൽ ലിസ്റ്റിലുണ്ട് സംഭവം. പക്ഷെ നിങ്ങൾ പോരാ, നിങ്ങൾ സത്യമായിട്ട് തൂക്കി പോരാ, സത്യമായിട്ട് തൂക്കി പോരാ. ഞങ്ങളത് യോജിക്കുകയില്ല ഒരിക്കലും. കുറേ നേരം 2K ചേട്ടാ ടൂളറാ കാച്ചുക പണിയും തോന്നുമ്പോൾ ശരിക്കും 2K ആണ് പോകുമാര്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റോടെ വൈൻഡ് അപ്പ് ചെയ്യണേ, വേറെ ഒന്നും ഇല്ലാടില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആഴ്ച ഒരു കിട്ടുക്കാഴ്ച പോഡ്കാസ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ല. ജസ്റ്റ് ഒരു ഡിബേറ്റ് ആണ്, വേറെ ഒന്നുമില്ല. നമുക്ക് തോന്നി പറയാം, പിന്നെ നമ്മളെന്താ കുറച്ച് ഫണ്ടുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഉള്ള അടുത്ത ആഴ്ച ഒരു വെറൈറ്റി ടോപ്പിക് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ, അത്ര പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഓൾ.